2007 സെപ്റ്റംബർ 5 സമയം രാത്രി 11:59. ഇസ്രായേലിലെ ടെൽ-അവീവിലെ എയർപോർട്ടിൽ നിന്ന് അമേരിക്കൻ നിർമ്മിതമായ 10 യുദ്ധവിമാനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ആകാശത്തേക്ക് കുതിച്ചുയർന്നു. ലേസർ നിയന്ത്രിത ബോംബുകളോടെയായിരുന്നു ആ വിമാനയാത്ര. എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയുള്ള അവയുടെ പടപ്പുറപ്പാട് ആഴ്ചകൾ നീണ്ടുനിന്ന പരിശീലനത്തിന് ശേഷമായിരുന്നു. റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ സാധാരണയിലും താഴ്ന്നാണ് വിമാനങ്ങൾ പറന്നത്. മെഡിറ്ററേനിയൻ കടലിനു മീതെയും തുർക്കിയിലൂടെയും അവരുടെ വിമാനങ്ങൾ പറന്നു. പക്ഷേ അപ്പോഴും എവിടേക്കെന്ന കാര്യത്തിൽ പൈലറ്റുമാർക്ക് കൃത്യമായ അറിവുണ്ടായിരുന്നില്ല. എങ്കിലും അസാധാരണമായ ദൗത്യമാണ് തങ്ങൾക്കുള്ളതെന്ന് അവർക്കറിയാമായിരുന്നു. എവിടെ നിന്നോ അവരെ ആരോ നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. അവരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടായിരുന്നു പൈലറ്റുമാർ പ്രവർത്തിച്ചിരുന്നത്. ഒരുമിച്ച് പറന്ന 10 വിമാനങ്ങളിൽ 3 വിമാനങ്ങളുടെ പൈലറ്റുമാർക്ക് പെട്ടെന്ന് തന്നെ ഒരു നിർദ്ദേശം ലഭിച്ചു. ഇനി മുന്നോട്ട് പോകേണ്ടതില്ല, തിരിച്ചു പോരുക. എന്തുകൊണ്ട് എന്ന ചോദ്യങ്ങളില്ല, തിരികെ പറക്കുക മാത്രമേ അവരുടെ മുമ്പിലുണ്ടായിരുന്നുള്ളൂ. അവശേഷിച്ച 7 വിമാനങ്ങൾ യാത്ര തുടർന്നു. കിട്ടിയ നിർദ്ദേശമനുസരിച്ച് അവരുടെ യാത്ര ഇപ്പോൾ സിറിയയിലേക്കാണ്. അതെ, സിറിയ ലക്ഷ്യമാക്കിയാണ് ആ യുദ്ധവിമാനങ്ങൾ പറക്കുന്നത്. സിറിയയുടെ ആകാശപരിധിയിലേക്ക് കടന്നു വരുന്ന ഓരോ വിമാനങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സിറിയയിലെ നിർദ്ദിഷ്ട ഉദ്യോഗസ്ഥർ. സിറിയയുടെ റഡാറിൽ പെട്ടെന്ന് സംശയാസ്പദമായ രീതിയിൽ ഒരു വിമാനം തെളിഞ്ഞു. തൊട്ടു പിന്നാലെ 100 കണക്കിന് മറ്റ് വിമാനങ്ങളുടെ സിഗ്നലുകളും. അവ പ്രത്യക്ഷപ്പെടുകയും മാഞ്ഞു പോകുകയും ചെയ്തത് വളരെ പെട്ടെന്നായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് സിറിയയിലെ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായിരുന്നില്ല. എന്തോ സാങ്കേതിക തകരാർ കാരണമാണ് റഡാറിൽ സിഗ്നൽ പ്രത്യക്ഷപ്പെട്ടത് എന്ന് വിചാരിക്കാനേ അപ്പോൾ അവർക്ക് കഴിഞ്ഞുള്ളൂ. പക്ഷേ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ സംഭവിച്ചത് സിറിയയെ ഞെട്ടിച്ചു കളഞ്ഞ ഒരു സംഭവമായിരുന്നു. സിറിയയുടെ രഹസ്യ കുതന്ത്രങ്ങൾക്ക് മീതെ ഇസ്രായേലിന്റെ ബോംബുകൾ പൊട്ടിത്തെറിച്ച നിമിഷമായിരുന്നു. 2004 ഏപ്രിൽ 22 മുതൽ 2007 സെപ്റ്റംബർ 6 വരെയുള്ള കാലദൈർഘ്യത്തിൽ ഇസ്രായേലിനും സിറിയയ്ക്കുമിടയിൽ അരങ്ങേറിയത് ഒരു പിടി സംഭവങ്ങളായിരുന്നു. അത് ലോകത്തെ തന്നെ ഞെട്ടിച്ചവയുമായിരുന്നു. ഓപ്പറേഷൻ ഔട്ട്സൈഡ് ദ ബോക്സ് എന്നും ഓപ്പറേഷൻ ഓർച്ചാഡ് എന്നും ലോകം വിളിച്ച ആ സംഭവ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഷെക്കീന ന്യൂസിന്റെ ലോകം നടുങ്ങിയ നിമിഷങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി നമുക്ക് 2004 ഏപ്രിൽ 22 മടങ്ങാം. കാരണം തുടക്കത്തിൽ നാം കണ്ട സംഭവ വികാസങ്ങളിലേക്ക് ഇസ്രായേലിനെ കൊണ്ടുചെന്നെത്തിക്കാൻ നിർബന്ധിതമാക്കിയത് അന്നേ ദിവസം നടന്ന ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് ആ സംഭവത്തിൽ നിന്ന് തന്നെ കഥ ആരംഭിക്കാം. അന്നേ ദിവസം വടക്കൻ കൊറിയയിൽ നിന്ന് ഒരു വാഗൺ ട്രെയിൻ നാപ്പോയിലേക്ക് പുറപ്പെട്ടു. പക്ഷേ ആ യാത്ര ലക്ഷ്യസ്ഥാനത്തെത്തിയില്ല. കുറെ ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും ട്രെയിൻ പൊട്ടിത്തെറി. പൊട്ടിത്തെറിയുടെ അനന്തരഫലമായി പ്രാന്തപ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന 100 കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടമായി. 3.6 റിക്ടർ സ്കെയിൽ രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പത്തിന്റെ അനന്തരഫലമെന്നായിരുന്നു ആ അപകടത്തെക്കുറിച്ചുള്ള പൊതു നിഗമനം. എങ്കിലും ആ ദുരന്തത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അപ്പോഴൊന്നും പുറത്തു വന്നിരുന്നില്ല. വാർത്താവിനിമയ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിരുന്നതിനാൽ പുറം ലോകത്തേക്ക് വാർത്ത അത്രയധികം വ്യാപിച്ചില്ല. വലിയ ശ്രദ്ധയാകർഷിക്കപ്പെടാതെ പോയ ഈ ദുരന്തത്തെ പക്ഷേ ഗൗരവത്തോടെ വീക്ഷിച്ചത് അമേരിക്കൻ ചാരസംഘടനയായ CIA-യും ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദുമായിരുന്നു. ഈ പ്രദേശത്ത് ഇങ്ങനെ എന്തുകൊണ്ടൊരു സ്ഫോടനം സംഭവിച്ചുവെന്ന അവരുടെ അന്വേഷണം അവിടെ നിന്ന് ആരംഭിക്കുകയായിരുന്നു. അങ്ങനെ കിട്ടിയ ഉത്തരത്തിന്റെ പരിസമാപ്തിയായിരുന്നു തുടക്കത്തിൽ പറഞ്ഞ സംഭവം. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ട്രെയിൻ അപകടത്തിലേക്ക് തന്നെ തിരികെ. ഒരു ഭൂകമ്പത്തിന്റെ ഭാഗമായിട്ടല്ല സ്ഫോടനം നടന്നതെന്ന നിഗമനത്തിലെത്താൻ CIA പ്രേരിപ്പിച്ചത് ഉപഗ്രഹത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളും സ്ഫോടക വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിന് പട്ടാളം സ്വീകരിച്ച മുൻകരുതലുകളുമായിരുന്നു. പ്രത്യേകതരം ജാക്കറ്റുകൾ ധരിച്ചുകൊണ്ടായിരുന്നു വൃത്തിയാക്കലുകൾ അവർ നടത്തിയിരുന്നത്. ഇത് CIA-യുടെ സംശയം വർദ്ധിപ്പിച്ചു. ഏതോ കെമിക്കലുകളാണ് സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ചതെന്ന് അവർക്ക് മനസ്സിലായി. ഇതിന്റെ തൊട്ടു പിന്നാലെ
വടക്കൻ കൊറിയ ഈ സ്ഫോടനത്തെക്കുറിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയ രീതിയും സംശയാസ്പദമായിരുന്നു. പാചകവാതകവുമായി പോയ വാഗൺ ട്രെയിൻ പൊട്ടിത്തെറിച്ച് നിരവധി പേർ കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്നായിരുന്നു ഉത്തര കൊറിയയുടെ ഭാഷ്യം. സിറിയയിൽ നിന്ന് അടിയന്തര സഹായമായി വന്ന ഒരു വിമാനം വടക്കൻ കൊറിയയിൽ പറന്നിറങ്ങിയപ്പോൾ അതിനെ വെറുമൊരു സഹായഹസ്തം നീട്ടലായി കരുതാൻ ഇസ്രായേലിന് സാധിച്ചില്ല. വാഗൺ ട്രെയിൻ സ്ഫോടനവും സിറിയയിൽ നിന്ന് വന്ന വിമാനവും തമ്മിൽ ഏതൊക്കെയോ തരത്തിലുള്ള ചില അവിശുദ്ധ കൂട്ടുകെട്ടുകളുണ്ടെന്ന് ഇസ്രായേൽ സ്വാഭാവികമായും കരുതി. പൊതുവെ പുറംലോകവുമായോ മറ്റു രാജ്യങ്ങളുമായോ ബന്ധം പുലർത്താത്ത ഉത്തര കൊറിയ എന്തിന് സിറിയയിൽ നിന്ന് സഹായം സ്വീകരിക്കണം? ഇതായിരുന്നു അവരുടെ ചിന്ത. ചില നിഗമനങ്ങളിലേക്കാണ് മൊസാദ് എത്തിച്ചേർന്നത്. ഉത്തര കൊറിയ ഒരു ആണവ രാഷ്ട്രമായതിനാൽ സിറിയ ഉത്തര കൊറിയയുമായി ബന്ധം സ്ഥാപിക്കുന്നത് അണ്വായുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിനു വേണ്ടി ആയിരിക്കില്ലേ? രാജ്യരൂപീകരണം മുതൽ ഇസ്രായേലും സിറിയയും തമ്മിൽ ബദ്ധവൈരികളാണ്. ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന പ്രവർത്തിക്കുന്നതും സിറിയയിലാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സിറിയ തങ്ങളെ ആക്രമിക്കാനുള്ള പദ്ധതിക്കായി ഉത്തര കൊറിയയുടെ കൂട്ടുപിടിക്കുകയാണെങ്കിലോ? ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ നെഞ്ചിലെ തീ ആളിക്കത്താൻ തെല്ലും സമയമെടുത്തില്ല. ആ തീ അണയണമെങ്കിൽ ഇക്കാര്യത്തിലുള്ള അനിശ്ചിതത്വം പരിഹരിക്കുകയോ അല്ലെങ്കിൽ അതിനൊരു പോംവഴി കണ്ടെത്തുകയോ വേണം. ഇക്കാര്യത്തിലുള്ള നിജസ്ഥിതി അറിയാനായി ഇസ്രായേൽ ഭരണകൂടം പതിവ് പോലെ മൊസാദിനെ ചുമതലപ്പെടുത്തി. അതനുസരിച്ച് സിറിയയെ മൊസാദ് സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരുന്നു. തങ്ങളുടെ ആശങ്കകൾ ശരിവയ്ക്കുന്ന തരത്തിലുള്ള പല സൂചനകളും അവർക്ക് പലയിടങ്ങളിൽ നിന്നായി ലഭിച്ചുകൊണ്ടിരുന്നു. ഹാഫിസ് മൂസ എന്ന പേരിൽ ലണ്ടനിലെത്തിയ ഇബ്രാഹിം ഉസ്മാൻ എന്ന സിറിയൻ പൗരനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരുന്നു മൊസാദിന്റെ ആദ്യത്തെ അന്വേഷണ നടപടികൾ. സിറിയയിലെ അറ്റോമിക് എനർജിയുടെ തലവനായിരുന്നു അയാൾ. ഉസ്മാൻ ലണ്ടനിൽ വെച്ച് ആരെയോ രഹസ്യമായി സന്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ മൊസാദ് അയാളെ നിരീക്ഷണത്തിന് വിധേയനാക്കുകയായിരുന്നു. സമർത്ഥമായ അത്തരം ചില മൊസാദ് നീക്കങ്ങളിലൂടെ തങ്ങളുടെ ഊഹം ശരിയാണെന്ന് സമർത്ഥിക്കത്തക്ക തെളിവുകൾ അവർക്ക് കിട്ടുകയായിരുന്നു. ഉസ്മാന്റെ ലാപ്ടോപ്പിൽ നിന്ന് മൊസാദ് അതീവ സമൃദ്ധമായ വിവരങ്ങൾ ചോർത്തുകയും തുടർന്നുള്ള അയാളുടെ നീക്കങ്ങൾ അറിയാനായി അയാൾ അറിയാതെ ലാപ്ടോപ്പിൽ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്തു. ഉസ്മാന്റെ എല്ലാ നീക്കങ്ങളും ട്രാക്ക് ചെയ്യാനുള്ള വഴിയാണ് ഇതിലൂടെ മൊസാദിന് തുറന്നു കിട്ടിയത്. ഇസ്രായേലിലുള്ള മൊസാദ് ആസ്ഥാനത്ത് ഉസ്മാന്റെ ലാപ്ടോപ്പിലെ വിവരങ്ങൾ പരിശോധിച്ച സംഘം അതിൽ കണ്ട കാഴ്ചകളും വിവരങ്ങളും കണ്ട് ഞെട്ടിത്തെറിച്ചു. നിരവധി ബ്ലൂ പ്രിന്റുകൾ, വിജനമായ ഒരു സ്ഥലത്ത് പണിതുയർത്തിയിരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ വിവിധ ആംഗിളിലുള്ള ദൃശ്യങ്ങൾ, 130 അടി നീളവും വീതിയും 75 അടി ഉയരമുള്ള കെട്ടിടവുമായിരുന്നത്. കെട്ടിടത്തിനുള്ളിൽ പല വിധത്തിലുള്ള ഉപകരണങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നതായും അവർ കണ്ടെത്തി. പക്ഷേ ആ കെട്ടിടത്തിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എന്നാൽ സമാനമായ ഒരു കെട്ടിടം അവർക്ക് പരിചയമുണ്ടായിരുന്നു. ഉത്തര കൊറിയയിലെ ആണവ നിലയമായിരുന്നു അത്. ഇവയ്ക്ക് പുറമെ ഉസ്മാൻ ചില കൊറിയക്കാരുമായി നിൽക്കുന്ന ഫോട്ടോയും അവർക്ക് കാണാൻ സാധിച്ചു. അതിലെ ഒരു കൊറിയക്കാരൻ മൊസാദിന്റെ നോട്ടപ്പുള്ളിയായിരുന്നു. ഉത്തര കൊറിയയിലെ ആണവ നിലയത്തിന്റെ തലവനായിരുന്നു അയാൾ. തങ്ങൾ ഭയപ്പെട്ടിരുന്ന സത്യത്തിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നവയാണ് ഇത്രയും സൂചനകളെന്ന് മൊസാദിന് മനസ്സിലായി. അതെ, ഉത്തര കൊറിയയുടെ സഹായത്തോടെ അതേ പകർപ്പിൽ സിറിയ ഒരു ആണവ നിലയം പണിയുന്നു. ഇനി അറിയേണ്ടത് ഇത് എവിടെയെന്ന് മാത്രം. ഇസ്രായേലിന്റെ ചാര ഉപഗ്രഹങ്ങൾ അത് കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചു. ഒടുവിൽ അവരതിൽ വിജയിക്കുകയും ചെയ്തു. സിറിയയുടെ വടക്കൻ പ്രദേശമായ അൽ ഖിബാർ മരുപ്രദേശത്താണ് ആണവ നിലയം ഉയരാൻ പോകുന്നത്. ലാപ്ടോപ്പിൽ തങ്ങൾ കണ്ട സമാനമായ കെട്ടിടം അവർക്ക് അവിടെ കണ്ടെത്താൻ സാധിച്ചിരുന്നു. കണ്ടെത്തിയ വിവരങ്ങൾ മൊസാദ് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ അറിയിച്ചു. സിറിയ പോലുള്ള ഒരു രാജ്യത്ത് ന്യൂക്ലിയർ കേന്ദ്രം സ്ഥാപിക്കപ്പെടുന്നത് ഇസ്രായേലിന് മാത്രമല്ല, ഏതൊരു രാജ്യത്തിനും അപകടമാണെന്ന് ഇസ്രായേൽ ഭരണകൂടത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഈ ശ്രമം തുടക്കത്തിലെ തന്നെ ഇല്ലാതാക്കിയേ തീരൂ ഇസ്രായേൽ തീരുമാനിച്ചു. അന്താരാഷ്ട്ര ന്യൂക്ലിയർ ഏജൻസിയിൽ തങ്ങൾക്ക് ആണവ പദ്ധതികളൊന്നും ഇല്ലെന്ന് വ്യക്തമാക്കിയ രാജ്യം കൂടിയായിരുന്നു സിറിയ എന്നുകൂടി അറിയേണ്ടതുണ്ട്. അങ്ങനെയുള്ള രാജ്യമാണ് രഹസ്യമായി ആണവ കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇരകളായി മാറുന്നത് തങ്ങൾ തന്നെ ആയിരിക്കുമെന്ന് ഇസ്രായേലിന് അറിയാമായിരുന്നു. എന്നാൽ തീരുമാനം പ്രാവർത്തികമാക്കുന്നതിൽ കുറേയധികം തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ഈ ആണവ നിലയം പ്രവർത്തന സജ്ജമായി കഴിഞ്ഞോ എന്ന കാര്യത്തിൽ ഇസ്രായേലിന് ഉറപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പ്രവർത്തന സജ്ജമായിരിക്കുന്ന ഒരു ആണവ നിലയം ആക്രമിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഭവിഷ്യത്തുകളും ദുരന്തങ്ങളും സീമാതീതമായിരിക്കും. ആണവ നിലയം തകരുന്നതോടൊപ്പം അനേക ലക്ഷം ഇസ്രായേൽക്കാരുടെ ജീവനുകളും നഷ്ടത്തിലാകും. യൂഫ്രട്ടീസ് നദി വിഷമയമാകും. സിറിയയെ നേരിട്ട് ആക്രമിക്കുന്നത് ഒരു യുദ്ധത്തിനുള്ള സാധ്യതയ്ക്കും വഴിതെളിക്കും. ഇങ്ങനെ റിയാക്ടർ നശീകരണം എന്ന ലക്ഷ്യം വഴി
അനേകം നാശനഷ്ടങ്ങൾ ഇസ്രായേലിന് സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആക്രമണത്തിന് മുമ്പ് റിയാക്ടറിന്റെ ഇപ്പോഴത്തെ സ്ഥിതി മനസ്സിലാക്കിയേ മതിയാവുകയുള്ളൂ. ഇതിനായി സമർത്ഥമായി നുഴഞ്ഞു കയറി ദൗത്യം നിർവഹിക്കാൻ കഴിയുന്ന വിധത്തിൽ പരിശീലനം ലഭിച്ച സ്പെഷ്യൽ കമാൻഡോകളെ സിറിയയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. റിയാക്ടറുകൾ പ്രവർത്തിച്ചു തുടങ്ങിയോ എന്ന് കണ്ടെത്തുകയായിരുന്നു ഇവരുടെ ജോലി. അതിനായി സിറിയൻ പട്ടാളക്കാരുടെ വേഷം ധരിച്ച 2 സൈലന്റ് ഹെലികോപ്റ്ററുകളായിട്ടാണ് ഇസ്രായേൽ കമാൻഡോകൾ സിറിയയിലേക്ക് പുറപ്പെട്ടത്. 12 പേരായിരുന്നു ആ സംഘത്തിലുണ്ടായിരുന്നത്. എല്ലാ വിധത്തിലുള്ള ആധുനിക രീതിയിലുള്ള സജ്ജീകരണങ്ങളോട് കൂടിയായിരുന്നു അവർ ദൗത്യത്തിന് പുറപ്പെട്ടത്. ജീവൻ പണയം വെച്ചുകൊണ്ടാണ് അവർ അവിടെ നിന്ന് ജലവും മണ്ണും മറ്റും ശേഖരിച്ചത്. റിയാക്ടർ പ്രവർത്തന സജ്ജമാണോ എന്നറിയാൻ വേണ്ടിയായിരുന്നു മണ്ണും ജലവും. ആണവ വികിരണം വളരെ കുറഞ്ഞ തോതിൽ മാത്രമേ ആ മണ്ണിലും ജലത്തിലും കലർന്നിട്ടുള്ളൂവെന്ന ലാബ് ഫലം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമായിരുന്നു. റിയാക്ടർ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല എന്നതിന്റെ അടയാളമായിരുന്നു അത്. റിയാക്ടർ ആക്രമിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ആളപായവും നാശനഷ്ടങ്ങളും കുറവായിരിക്കുമല്ലോ. അക്കാലത്ത് ഇസ്രായേൽ കടന്നുപോയിരുന്ന ഭരണപരമായ അസ്ഥിരതയെക്കുറിച്ചുകൂടി ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട്. ഒരു കൂട്ടുകക്ഷി ഭരണമായിരുന്നു അന്ന് അവിടെ നിലവിലുണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിൽ സിറിയയുടെ ആണവ നിലയം ഒറ്റയ്ക്ക് ആക്രമിക്കാൻ പോകുമ്പോൾ ആ ശ്രമം പരാജയപ്പെടുകയാണെങ്കിൽ തന്റെ പ്രധാനമന്ത്രി പദം വരെ നഷ്ടപ്പെടാൻ കാരണമായേക്കുമെന്ന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഓൾമെർട്ടിന് ഭയമുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അമേരിക്കയുടെ സഹായം തേടി. ജോർജ് ഡബ്ല്യു ബുഷ് ആയിരുന്നു അന്ന് അമേരിക്കയുടെ സാരഥി. വൈറ്റ് ഹൗസിലെത്തി തങ്ങൾ സിറിയയെ സംബന്ധിച്ച് മനസ്സിലാക്കിയ എല്ലാ കാര്യങ്ങളും ഓൾമെർട്ട് ബുഷിനെ അറിയിച്ചു. ഓൾമെർട്ട് പറഞ്ഞതിന്റെ ചുരുക്കം ഇതായിരുന്നു: സിറിയയെ ആക്രമിച്ച് അമേരിക്ക അവിടുത്തെ ആണവ നിലയം തകർക്കണം. ഓൾമെർട്ട് ഇതിലൂടെ ലക്ഷ്യമിട്ടത് തന്റെ കസേര നിലനിർത്തുകയും അതോടൊപ്പം സിറിയയുടെ പ്രത്യാക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയുമായിരുന്നു. പക്ഷേ ഓൾബർട്ടിന്റെ വാക്കുകൾ അതേപടി വിഴുങ്ങാൻ ബുഷ് തയ്യാറായില്ല. ഇസ്രായേൽ പറഞ്ഞത് കേട്ട് വിശ്വസിച്ച് സിറിയയെ ആക്രമിക്കാൻ അമേരിക്ക തയ്യാറല്ലെന്നും അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ CIA ഇക്കാര്യം അന്വേഷിക്കട്ടെ എന്നുമായിരുന്നു ബുഷിന്റെ പ്രതികരണം. ബുഷ് അങ്ങനെ പ്രതികരിക്കാനും ഒരു കാരണമുണ്ടായിരുന്നു. CIA രഹസ്യവിവരം അനുസരിച്ച് ഇറാഖിനെതിരെ ആക്രമണം നടത്തി അതിന്റെ പേരിൽ പഴികേട്ടിരിക്കുകയായിരുന്നു ആ സമയം അമേരിക്ക. വീണ്ടും ഒരു ആക്രമണം നടത്തി പേര് വീണ്ടും മോശമാക്കാൻ അമേരിക്ക തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് സമയമെടുത്തുള്ള ആക്രമണം എന്ന തീരുമാനം ബുഷ് കൈക്കൊണ്ടത്. ഇക്കാര്യം തന്റെ സഹപ്രവർത്തകരുമായി ബുഷ് ചർച്ച ചെയ്തപ്പോൾ ഒരു മുസ്ലിം രാജ്യം രണ്ടാമതും ആക്രമിച്ച് തങ്ങൾക്കുള്ള അപ്രീതി നേടിയെടുക്കേണ്ടതുണ്ടോ എന്നും ഇസ്രായേൽ ഈ വിഷയം തനിച്ച് പരിഹരിച്ചു കൊള്ളട്ടെ എന്നുമായിരുന്നു അവിടെയുള്ളവരുടെ അഭിപ്രായം. അമേരിക്കയിൽ നിന്ന് ശുഭകരമായ ഒരു പ്രതികരണം പ്രതീക്ഷിച്ച് കാത്തിരുന്ന ഓൾമെർട്ടിനെ നിരാശപ്പെടുത്തിക്കൊണ്ട് വൈകാതെ ബുഷിന്റെ മറുപടി എങ്ങെത്തി. അപകടത്തിൽപ്പെട്ട തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഇനി അയൽക്കാരും വരില്ലെന്ന് മനസ്സിലാക്കി ഏത് വിധേനയും ശത്രുവിനെ നിലംപരിശാക്കാൻ ശ്രമിക്കുന്ന ഒരു കാരണവരുടെ മട്ടായി അതോടെ ഓൾമെർട്ടിന്. അദ്ദേഹത്തിന് മുമ്പിലുള്ളത് സിറിയയുടെ ആണവ നിലയം തകർക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രം. ഇതിന് ഇസ്രായേലിന് എന്തു ചെയ്യാൻ കഴിയും? പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരെ വിളിച്ചുകൂട്ടി അദ്ദേഹം വിഷയം ചർച്ച ചെയ്തു. രാജ്യത്തിന്റെ സുരക്ഷ എന്ന ഒറ്റ ലക്ഷ്യത്തിനു മുമ്പിൽ പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഭേദമില്ലാതെ എല്ലാവരും പ്രധാനമന്ത്രിക്ക് പിന്നിൽ ഒറ്റക്കെട്ടായി അണിനിരന്നു. സിറിയയിലേക്ക് വ്യോമമാർഗം കടന്നു ചെന്ന് അവിടം ബോംബിട്ട് തകർക്കുക. അങ്ങനെ ഒരു പരിഹാരമാണ് സൈനിക തലവന്മാരുൾപ്പെടെയുള്ളവരുമായി നടത്തിയ ചർച്ച ചെയ്തതിനു ശേഷം പ്രധാനമന്ത്രി കണ്ടെത്തിയത്. പക്ഷെ പറയും പോലെ അത്ര എളുപ്പമാവില്ല വ്യോമാക്രമണം. ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച വ്യോമസേനയാണ് സിറിയയുടേത്. ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള റഡാർ സിസ്റ്റവും അവർക്കുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ സിറിയയുടെ ആകാശ പരിധിയിൽ ശത്രുവിമാനം കടന്നാലുടൻ അതിനെ നിർവീര്യമാക്കാനുള്ള സാങ്കേതിക വിദ്യകൾ സിറിയ പ്രയോഗിക്കും. സിറിയയിലേക്ക് അതിക്രമിച്ച് കടന്നാൽ സിറിയ ഒരു യുദ്ധം പ്രഖ്യാപിക്കാനായിരിക്കും സാധ്യത കൂടുതലെന്നും ഇസ്രായേൽ കണക്കുകൂട്ടി. ആ യുദ്ധത്തിന് മുമ്പിൽ ചിലപ്പോൾ ഇസ്രായേൽ തറപറ്റുകയും ചെയ്തേക്കാം. ശത്രുവിനെ തകർക്കാൻ ഏതു മാർഗവും സ്വീകരിക്കാൻ സിറിയ ഒരുമ്പിട്ടിറങ്ങുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടായിരുന്നില്ല. മേൽപ്പറഞ്ഞ വിഷയങ്ങൾക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന കാര്യത്തിൽ തീർച്ച വന്നതിന് ശേഷം മാത്രം മതി ആണവ കേന്ദ്രം തകർക്കൽ എന്ന തീരുമാനത്തിലെത്തുകയാണ് ഇസ്രായേൽ ചെയ്തത്. അതോടൊപ്പം തന്നെ ഇങ്ങനെയൊരു ആണവ കേന്ദ്രം സിറിയയിലുണ്ട് എന്ന് പുറംലോകം അറിയാതിരിക്കാനും ഇസ്രായേൽ ശ്രദ്ധിച്ചു. ഇക്കാര്യം എങ്ങനെയെങ്കിലും പുറംലോകം അറിഞ്ഞാൽ അതിനെ സംരക്ഷിക്കാൻ സിറിയ ശ്രമിക്കുമെന്ന് ഇസ്രായേലിന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഇക്കാര്യങ്ങളൊന്നും ഇസ്രായേൽ പുറത്തുവിട്ടില്ല. മേൽപ്പറഞ്ഞ വിഷയത്തിന് ചില പരിഹാര മാർഗങ്ങൾ ഇസ്രായേലിന്റെ പക്കലുണ്ടായിരുന്നു എന്നതായിരുന്നു യാഥാർത്ഥ്യം. മികച്ച ഒരു വാർഫയർ സിസ്റ്റം ഇസ്രായേലിനുണ്ടായിരുന്നു.
റഡാറുകളെ കബളിപ്പിക്കാൻ മാത്രം അതിന് മിടുക്കുണ്ടായിരുന്നു. ആന്റി എയർക്രാഫ്റ്റ് സിസ്റ്റം തടസ്സപ്പെടുത്താനും ഇസ്രായേലിന് സാധിക്കുമായിരുന്നു. സിറിയയുടെ ആണവ നിലയം ഇസ്രായേൽ തകർത്താൽ തന്നെ അതിന്റെ പേരിൽ ഇസ്രായേലിനെ പരസ്യമായി ആക്രമിക്കാൻ സിറിയയ്ക്ക് സാധിക്കില്ല എന്നൊരു കണക്കുകൂട്ടൽ കൂടി മറുഭാഗത്തുണ്ടായിരുന്നു. കാരണം തങ്ങൾക്ക് ആണവ പദ്ധതി ഇല്ല എന്നാണല്ലോ സിറിയയുടെ നിലപാട്. അങ്ങനെ സ്വയം നയം വ്യക്തമാക്കിയ ഒരു രാജ്യം രഹസ്യമായി ആണവ നിലയം സ്ഥാപിച്ചു എന്നറിയുമ്പോൾ മറ്റ് രാജ്യങ്ങൾ പോലും സിറിയയെ ഒറ്റപ്പെടുത്തും. ആ കുറ്റപ്പെടുത്തലിൽ നിന്ന് ഒഴിവാകാൻ തങ്ങളുടെ ആക്രമണത്തിന് വിധേയമായാൽ പോലും സിറിയയ്ക്ക് പരസ്യമായി പ്രതികരിക്കാൻ കഴിയില്ലെന്ന് ഇസ്രായേലും കണക്കുകൂട്ടി. തങ്ങളാണ് ആണവ കേന്ദ്രം തകർത്തെന്ന അവകാശവാദം മുഴക്കാതിരുന്നാൽ ആരും ആരുടെയും കാര്യത്തിൽ ഇടപെടാതെയും വിഷയം ഗൗരവമാകാതെയും അവസാനിക്കുകയും ചെയ്തേക്കാം. ഇങ്ങനെ വിഷയം പല രീതിയിൽ ചർച്ച ചെയ്തും വിഷയം പഠിച്ചുമെന്നാൽ ഒരു തീരുമാനത്തിലെത്താതെ കുഴങ്ങി മറിയുമ്പോഴാണ് ഉത്തര കൊറിയയിൽ നിന്ന് ഒരു ചരക്ക് കപ്പൽ സിറിയൻ തീരത്തെത്തിയത്. ആണവ റിയാക്ടർ പ്രവർത്തന സജ്ജമാക്കാനുള്ള ഉപകരണങ്ങളാണ് അതിലെന്ന് മൊസാദ് ചാരന്മാർ കണ്ടെത്തിയതോടെ ഇസ്രായേൽ വീണ്ടും അസ്വസ്ഥമായി. ഇനി വെച്ച് താമസിപ്പിക്കാൻ പാടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി കർശന നിർദ്ദേശം നൽകി. വരുന്നതെന്തും വരട്ടെ, ഈ കർശന നിർദ്ദേശം പാലിച്ചുകൊണ്ട് യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിൽ നിന്ന് സിറിയയിലേക്ക് പുറപ്പെട്ടതാണ് ഈ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ നാം കണ്ടത്. ആ യാത്രയുടെ ലക്ഷ്യം മറ്റൊന്നായിരുന്നില്ല, സിറിയയുടെ ആണവ നിലയം തകർക്കുക. അതിനിടയിൽ ഒരു സംശയം തോന്നിയേക്കാം, എന്തുകൊണ്ടാണ് സിറിയയ്ക്ക് ഇസ്രായേൽ വിമാനങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ പോയതെന്ന്. ആദ്യം ഒരു വിമാനത്തിന്റെ സിഗ്നൽ റഡാറിൽ പതിയുകയും പിന്നീട് 100-ലധികം സിഗ്നലുകൾ റഡാറിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തുവെന്നും അത് സാങ്കേതിക തകരാറാണെന്ന് സിറിയ അവഗണിച്ചുവെന്നും തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ. പക്ഷേ അത് വെറും സാങ്കേതിക തകരാറായിരുന്നില്ല. ഇസ്രായേൽ യുദ്ധവിമാനങ്ങളിലെ വാർഫെയർ സിസ്റ്റം സിറിയയുടെ റഡാർ സിഗ്നലുകൾ പിടിച്ചെടുത്ത് പകരം കൃത്രിമ സിഗ്നലുകൾ നൽകിയത് കൊണ്ടായിരുന്നു അങ്ങനെ സംഭവിച്ചത്. അങ്ങനെ സിറിയയുടെ അതിർത്തി കടന്ന ഇസ്രായേൽ യുദ്ധവിമാനം സിറിയയുടെ ആണവ നിലയം ലക്ഷ്യമാക്കി കുതിച്ചു. ലേസർ നിയന്ത്രിതമായ 250 കിലോ തൂക്കം വരുന്ന സ്ഫോടക വസ്തുക്കൾ സിറിയയുടെ രഹസ്യ ആണവ നിലയത്തിനു നേരെ പാഞ്ഞു. ആ സമയം മറ്റൊന്ന് സംഭവിച്ചു. ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾക്ക് ടെല്ലവീവിലെ കേന്ദ്രവുമായുള്ള ബന്ധം ഒരു നിമിഷം വിച്ഛേദിക്കപ്പെട്ടു. യുദ്ധവിമാനങ്ങളുടെ ഓരോ നീക്കവും ടെല്ലവീവിൽ നിന്ന് ചങ്കിടിപ്പോടെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന പ്രധാനമന്ത്രിയും മറ്റ് സൈനിക ഉദ്യോഗസ്ഥരും പരസ്പരം നോക്കി എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു. സിറിയ തങ്ങളുടെ രഹസ്യ നീക്കം മനസ്സിലാക്കിയോ? സിറിയൻ മിസൈലുകൾ തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ തകർത്തോ? ഏതാനും നിമിഷങ്ങൾ മാത്രമേ അവരുടെ ആശങ്ക നിലനിന്നുള്ളൂ. അപ്പോഴേക്കും യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഒരു സന്ദേശം അവരുടെ കാതുകളിലെത്തി. അരിസോണ. ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കിയാൽ പറയേണ്ട രഹസ്യ വാക്കായിരുന്നു അരിസോണ. മിഷൻ പൂർത്തിയാക്കിയതിലുള്ള സന്തോഷം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള സൈനിക ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞറിയിക്കാനാവാത്തതായിരുന്നു. ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ സാധ്യതയുള്ള സിറിയയുടെ ആണവ നിലയം ജനനന്മ ലക്ഷ്യമാക്കി തങ്ങൾ ഇല്ലാതാക്കിയിരിക്കുന്നു. അഭിമാനവും സന്തോഷവും ആശ്വാസവും ഒന്നുപോലെ അനുഭവപ്പെട്ട നിമിഷങ്ങൾ. ഓൾമർട്ട് ഉടൻ തന്നെ തുർക്കി പ്രസിഡന്റിനെയും അമേരിക്കൻ പ്രസിഡന്റിനെയും ഫോൺ ചെയ്തു. അനുവാദമില്ലാതെ തുർക്കിയുടെ അതിർത്തിയിലൂടെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ കടന്നുപോയതിന് ഔപചാരികമായ ക്ഷമാപണം നടത്തുകയാണ് അദ്ദേഹം ചെയ്തത്. ഒഴിവാക്കാൻ പറ്റാത്തതും അനിവാര്യവുമായ ഒരു ദൗത്യത്തിന് വേണ്ടിയായിരുന്നു അതെന്ന് വിശദീകരിക്കുകയും ചെയ്തു. മുമ്പുണ്ടായിരുന്നത് ഇപ്പോഴില്ല എന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിനോട് അദ്ദേഹം പറഞ്ഞത്. അമേരിക്കയോട് സഹായം ചോദിച്ചു ചെന്നതും അവർ തങ്ങളെ നിഷ്കരുണം തള്ളിക്കളഞ്ഞതുമായ സംഭവം തീർച്ചയായും ആ സമയം ഓൾമർട്ടിന്റെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാകും. സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചു ചെന്നവരുടെ പക്കൽ നിന്നുണ്ടായ നിഷേധാത്മകമായ പ്രതികരണം ഏതൊരാളെയും നിരാശപ്പെടുത്താതിരിക്കുകയില്ലല്ലോ. പക്ഷേ മറ്റാരുടെയും സഹായമില്ലാതെ തങ്ങൾ ലക്ഷ്യം കൈവരിച്ചിരിക്കുന്നു. ഇനി അറിയാനുള്ളത് സിറിയ ഈ സംഭവത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്നും പ്രത്യുത്തരിക്കുമെന്നും മാത്രം. പിന്നീടുള്ള ദിവസങ്ങൾ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. ഒടുവിൽ ആ പ്രതികരണമെത്തി. സിറിയൻ അതിർത്തി കടക്കാൻ ശ്രമിച്ച ഇസ്രായേലി യുദ്ധവിമാനങ്ങളെ സിറിയ തുരത്തിവിട്ടു. അത്രമാത്രം. അതിൽ കൂടുതൽ വിശദീകരിക്കാൻ സിറിയ തയ്യാറായില്ല. സിറിയയുടെ ആ പ്രതികരണത്തോടുള്ള പ്രതികരണം ഇസ്രായേൽ രേഖപ്പെടുത്തിയതുമില്ല. മാത്രവുമല്ല, രണ്ടു കൂട്ടരും അതേക്കുറിച്ച് പിന്നീട് സംസാരിക്കുകയും ചെയ്തില്ല. ആണവ നിലയം തകർത്തുവെങ്കിലും അപ്പോഴും ഇസ്രായേലിനെ അത്ഭുതപ്പെടുത്തിയത് കഴിഞ്ഞ 7 വർഷം കൊണ്ട്
മൊസാദിന്റെ പോലും കണ്ണു വെട്ടിച്ച് സിറിയയ്ക്ക് എങ്ങനെ ഇങ്ങനെ ഒരു അണ്വായുധ കേന്ദ്രം സ്ഥാപിക്കാൻ സാധിച്ചുവെന്നതാണ്. മൊസാദ് പിന്നീട് അന്വേഷണം നടത്തിയത് ആ വഴിക്കായിരുന്നു. ഉത്തര കൊറിയയും സിറിയയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ചിത്രമാണ് അപ്പോൾ തെളിഞ്ഞു വന്നത്. രഹസ്യ വിവരങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ കൈമാറിയിരുന്നത് എങ്ങനെയായിരുന്നുവെന്ന് അറിയുമ്പോൾ അത് നമ്മളെയും ഞെട്ടിക്കും. അത്യാധുനിക സാങ്കേതിക മാർഗങ്ങളുടെ സഹായമൊന്നുമില്ലാതെ വെറും കൊറിയർ വഴിയായിരുന്നു അത്രേ അവരുടെ ആശയവിനിമയങ്ങൾ. സാധാ കടലാസിൽ എഴുതി വിവരങ്ങൾ കൈമാറുകയായിരുന്നു ഇരു രാജ്യങ്ങളുടെയും പതിവ്. ഈ ബുദ്ധിക്ക് പിന്നിൽ മുഹമ്മദ് സുലൈമാൻ എന്ന സിറിയയുടെ പട്ടാള മേധാവിയാണെന്ന് മൊസാദ് കണ്ടുപിടിച്ചു. സിറിയയുടെ ആയുധ കച്ചവടത്തിന്റെയും സൈനിക രഹസ്യങ്ങളുടെയും എല്ലാം നിയന്ത്രണം അയാളുടെ കൈകളിലാണ്. സിറിയയുടെ ന്യൂക്ലിയർ പ്ലാന്റിന്റെ മാസ്റ്റർ ബ്രെയിനും ഇയാൾ തന്നെ. ആണവ നിലയം തകർത്തു എന്നതുകൊണ്ട് മാത്രം എല്ലാം ശുഭകരമായി എന്ന് കരുതാനായില്ല. മുഹമ്മദ് സുലൈമാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇസ്രായേലിന് ഭീഷണിയായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അയാളെ ഇല്ലാതാക്കുക തന്നെ. പക്ഷേ അത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. കാരണം അത്രയധികം സുരക്ഷാ സംവിധാനങ്ങളോടെയായിരുന്നു അയാൾ ജീവിച്ചു പോന്നത്. നാട്ടുഭാഷയിൽ പറഞ്ഞാൽ അയാളുടെ അനുവാദമില്ലാതെ ഒരു ഈച്ച പോലും കയറാത്ത അവസ്ഥ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അയാളെ ഇല്ലാതാക്കുക എന്നത് പെട്ടെന്ന് സാധിച്ചെടുക്കാവുന്ന കാര്യമല്ല. ഏതു വിധേനയും സുലൈമാനെ വകവരുത്താൻ കച്ചുകെട്ടിറങ്ങിയ മൊസാദിന് ഒടുവിൽ ആ അവസരം വീണുകിട്ടി. വേനൽക്കാല അവധിക്കായി തന്റെ റിസോർട്ടിൽ ഏതാനും ദിവസങ്ങൾ അയാൾ തങ്ങാറുണ്ട്. തുറമുഖ നഗരമായ താർത്തൂസിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. മെഡിറ്ററേനിയൻ കടൽ തീരത്താണ് റിസോർട്ട്. 4 വശങ്ങളിലും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും കടൽ വഴിയുള്ള ആക്രമണത്തിനാണ് ഒരേയൊരു സാധ്യതയുള്ളത്. മൊസാദിന്റെ അസാസിനേഷൻ സ്ക്വാഡായ കിഡോണിനായിരുന്നു ഇതിന്റെ ചുമതല. വില്ലനെ കുറിച്ചും സുലൈമാൻ അവിടെ ചെലവഴിക്കുന്ന ദിവസങ്ങളെക്കുറിച്ചും കിഡോൺ വിശദമായി പഠിച്ചു. ഒടുവിൽ അയാളെ വകവരുത്താനുള്ള മാർഗം നിശ്ചയിച്ചു. ആ ദിവസം എത്തിച്ചേരുകയും ചെയ്തു. 2008 ഓഗസ്റ്റ് 2 സുലൈമാൻ തന്റെ പ്രത്യേക അതിഥികൾക്കായി സ്പെഷ്യൽ വിരുന്ന് നടത്താൻ തീരുമാനിച്ച ദിവസം. കടൽക്കാറ്റേറ്റ് അതിഥികളുമായി സല്ലപിക്കാൻ അനുയോജ്യമായ വിധത്തിൽ ബാൽക്കണിയിലായിരുന്നു പാർട്ടി ക്രമീകരിച്ചിരുന്നത്. പാർട്ടി നടന്നുകൊണ്ടിരിക്കുന്ന സമയം അസാസിനേഷൻ ടീമിലെ സ്കൂബ ഡൈവേഴ്സായ 2 പേർ കറുത്ത വസ്ത്രം ധരിച്ച് ആരുടെയും കണ്ണിൽപ്പെടാതെ കടലിൽ നിന്ന് തീരത്തേക്ക് കയറി വന്നു. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഒരു ബോട്ടിൽ വന്നിറങ്ങി അവർ കടലിൽ കഴിയുകയായിരുന്നു. ലോങ് റേഞ്ചിൽ വെടിവെക്കാനുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യയിലുള്ള സൈലൻസർ ഘടിപ്പിച്ച തോക്കുകൾ അവർ പുറത്തെടുത്തു. സുലൈമാന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണിൽപ്പെടാതെ അവർ തീരത്ത് സുലൈമാനെ ഉന്നം വെച്ച് കാത്തുനിന്നു. അപ്പോഴതാ സുലൈമാൻ വരുന്നു. അയാൾ സുഹൃത്തുക്കളുമായി ചിരിച്ചു നിൽക്കുന്നു. ആ ചിരി തന്റെ ജീവിതത്തിലെ അവസാനത്തെ ചിരിയാണെന്നോ തന്നെ ഉന്നം വെച്ച് മരണം ഏതാനും ചുവടുകൾക്ക് അകലെ നിൽക്കുന്നുണ്ടെന്നോ അയാൾ അറിഞ്ഞിരുന്നില്ല. സമയം രാത്രി 9 മണിയായിരുന്നു. അപ്പോൾ കിഡോൺ ഷാർപ്പ് ഷൂട്ടേഴ്സിന്റെ തോക്കിന്റെ ലെൻസിൽ നിന്ന് സുലൈമാന്റെ രൂപം വ്യക്തമായി പതിഞ്ഞിരുന്നു. ഇനി കാത്തിരിക്കാൻ വയ്യ. ഇങ്ങനെ ഒരു അവസരം ഇനി കിട്ടുമെന്ന് പറയുവാനും കഴിയില്ല. ഒട്ടും വൈകിയില്ല. ഇരുവരുടെയും തോക്കുകളിൽ നിന്ന് വെടിയുണ്ടകൾ ഒരേ സമയം സുലൈമാനെ ലക്ഷ്യമാക്കി പാഞ്ഞു ചെന്നു. നിശബ്ദരായ കൊലയാളികൾ. ആ വെടിയുണ്ടകൾ ഉന്നം തെറ്റാതെ സുലൈമാന്റെ ശിരസിലും നെറ്റിയിലും നെഞ്ചിലും തുളഞ്ഞു കയറി. അയാൾ ചെറിയൊരു ഞെരുക്കത്തോടെ നിലംപതിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല. അതിഥികൾ ചിതറിയോടി. സുരക്ഷാ ഉദ്യോഗസ്ഥർ സുലൈമാന്റെ അടുക്കിലേക്ക് പാഞ്ഞെടുത്തു. പക്ഷേ അപ്പോഴേക്കും സുലൈമാന്റെ ജീവിത പുസ്തകത്തിലെ അവസാന അധ്യായം മരണം ചീന്തിയെടുത്തു കഴിഞ്ഞിരുന്നു. സുലൈമാൻ കൊല്ലപ്പെട്ടിട്ട് 4 ദിവസം കഴിഞ്ഞാണ് സിറിയ മരണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. രാഷ്ട്രീയ കൊലപാതകം എന്ന രീതിയിൽ വിലയിരുത്തപ്പെട്ട ഈ കൊലപാതകത്തിന്റെ പിന്നിൽ മൊസാദ് ആയിരുന്നുവെന്ന് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് പുറം ലോകം മനസ്സിലാക്കിയത്. സിറിയയുടെ ആണവ നിലയത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം ഓൾമർട്ടിന്റെ ജനപ്രീതി വർദ്ധിക്കാൻ ഇടയാക്കി. ഇസ്രായേൽ തങ്ങളുടെ പ്രതിരോധശേഷി വീണ്ടെടുത്തതായിട്ടാണ് ഈ സംഭവം പൊതുവെ വിശേഷിപ്പിക്കപ്പെട്ടത്. സിറിയ കൂടാതെ ഒരു അറബ് സർക്കാരും ഈ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ ഉത്തര കൊറിയ ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്തു. സിറിയയുടെ പരമാധികാരം ലംഘിക്കുകയും സമാധാനവും സുരക്ഷയും നഷ്ടപ്പെടുത്തുകയുമാണ് ഇസ്രായേൽ ചെയ്തെന്നുമായിരുന്നു ഉത്തര കൊറിയയുടെ ആരോപണം. ഇതല്ലാതെ ഇസ്രായേലിന്റെ നടപടിയെ മറ്റൊരു ലോകരാഷ്ട്രവും എതിർത്തിട്ടില്ല. അന്നങ്ങനെ ഇസ്രായേൽ
സിറിയയുടെ ആണവ നിലയം തകർത്തില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തൊക്കെ ഭവിഷ്യത്തുകളും ദുരന്തങ്ങളും നേരിടേണ്ടി വരുമായിരുന്നുവെന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്.